ഇന്ന് നമ്മുടെ കറി എന്താണെന്നറിയോ? ചുരക്ക വറുത്തരച്ചത്. നല്ല കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് സ്വാദാണെന്നറിയോ? അപ്പോൾ ചുരക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമ്മൾ ചുരക്ക എടുത്ത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മൂത്ത ചുരക്കയേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക നല്ല ചള്ള ചുരക്കയാണ്. പിന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കണം, മൂത്തിട്ടൊന്നുമില്ല. കുരു മൂത്തതാണെങ്കിൽ കുരു കളയണം കേട്ടോ. ഇതിപ്പോൾ നല്ല ചള്ളാണ്, അതുകൊണ്ട് നമുക്കൊന്നും കളയാനില്ല. എല്ലാം തൊലി മാത്രം കളഞ്ഞിട്ട് ബാക്കിയെല്ലാം എടുക്കാം. ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചുരക്ക കട്ട് ചെയ്തത് കുക്കറിലിട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 സവാള, 2 തക്കാളി, പച്ചമുളക് എരിവ് അനുസരിച്ചിട്ട്. ഇത് എരിവ് കുറവായ കാരണം 3 എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണമൊക്കെ എടുത്താൽ മതി. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് എരിവനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. ഇനി കട്ട് ചെയ്ത് സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഈ കുക്കറിൽ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മസാലപ്പൊടി ഒന്ന് ചൂടാക്കണം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, അപ്പോൾ കാശ്മീരി മുളക് 1 ടീസ്പൂണും സാധാരണ എരിവുള്ളത് 1 ടീസ്പൂണും കേട്ടോ. അപ്പോൾ മുളകൊക്കെ പാകത്തിന് എടുക്കുക, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. അത് ചൂടാക്കിയിട്ട് കേട്ടോ, മണം വരണം, മുളക് മൂത്ത മണം വരുന്ന വരെ ചൂടാക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 കപ്പ് വെള്ളം ആണ് ഇത് ഒഴിച്ചിരിക്കുന്നത്. മസാല ചൂടാക്കുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും നല്ല മുളക് മൂത്ത മണം വരുന്ന വരെ ഒന്ന് മൂപ്പിക്കണം, ചെറിയ തീയിലിട്ടിട്ട് കേട്ടോ. അതും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വെന്തിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഈ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു, പിന്നെ ഏലക്കായ, പട്ട, ഗ്രാമ്പു, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ, കാഷ്യൂനട്ടൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു. അതും വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചിയും വേണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ബ്രൗൺ കളറാവണ വരെ മൂപ്പിക്കുക. പിന്നെ നമ്മളതിലേക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് നമ്മളതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത്. അതിന് പകരം ഗരം മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാലയായാലും മതി. നന്നായിട്ട് വെള്ളം അധികം ഒഴിക്കേണ്ട, ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാക്കി എടുക്കുക. നമ്മുടെ ചുരക്കത ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കുക. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. കുറേ ലൂസുള്ള പോലത്തെ കറി അത്ര സ്വാദം ഉണ്ടാവില്ല. പിന്നെ അധികം വെള്ളം ഒഴിക്കേണ്ട, ഓൾറെഡി അതിൽ നല്ല വെള്ളമുണ്ട്. കുറച്ച് മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ലൂസായിരുന്നാൽ അത്ര സ്വാദം ഉണ്ടാവില്ല. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടാണ് ചുരക്കി വേവിച്ചത്, പിന്നെ അത് കുറവായതുകൊണ്ട് വീണ്ടും കുറച്ച് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച് വരിക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളച്ച് വന്നാൽ മതി കേട്ടോ. അത്രയ്ക്കുള്ള പണി. ഇപ്പം നമ്മുടെ കറി റെഡിയായി. ഇനി ഇതിലേക്ക് ഒന്ന് താളിക്കണം, ഉള്ളി മൂപ്പിച്ച് ചേർക്കണം. അത്രയ്ക്കുള്ള പണി. ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചുമന്നുള്ളി കനം കുറച്ച് അരിഞ്ഞിട്ട് ബ്രൗൺ കളറാവുന്ന വരെ ആക്കി ഇട്ട് കൊടുക്കുക. നല്ല സ്വാദാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ കറി എക്സ്ട്രാ ടേസ്റ്റും കൂടി ഉണ്ടാവും, വേണമെങ്കിൽ ഇതിൽ മുട്ട പുഴുങ്ങിയിട്ടും ചേർക്കാം നമുക്ക്. ഇപ്പോൾ മുട്ടക്കറി പോലെ ഇങ്ങനെ ഇതാക്കാം, വറുത്തരച്ച ചുരക്കിയ മുട്ടക്കറി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ചുരക്കി കിട്ടി ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.